US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈയിടെ ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ സന്ദർശനം നടത്തിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു മെയ് 13 തുടങ്ങി 3 ദിവസം നീണ്ട ഔദ്യോഗിക സന്ദർശനം. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു US പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരുൾപ്പെട്ട പ്രധാനികളുമൊത്തായിരുന്നു ട്രംപിൻ്റെ സന്ദർശനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചൈന സന്ദർശനം ആഗോള സൂപ്പർ പവർ എന്ന നിലക്കുള്ള ബീജിംഗിൻ്റെ ഉയർച്ചയെ അമേരിക്ക ഒടുവിൽ അംഗീകരിച്ച ദിവസമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. 1972 റിച്ചാർഡ് നിക്സൺ നടത്തിയ ചരിത്രപ്രധാനമായ ബീജിംഗ് സന്ദർശനത്തോട് മാത്രമേ ഈ നിമിഷത്തെ താരതമ്യം ചെയ്യാൻ കഴിയൂ. എന്നിരുന്നാലും സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അന്ന് നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിന് പകരമായി ചൈന സോവിയറ്റ് വിഭജനം മുതലെടുത്ത് സോവിയറ്റ് യൂണിയൻ്റെ മേൽ സ്വാധീനം നേടുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. 1972 ചൈന സാമ്പത്തികമായി ഒറ്റപ്പെട്ടതും ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ നിന്ന് കരകയറിയതുമായ ഒരു കാർഷിക സമൂഹമായിരുന്നു. ഇന്ന് വാങ്ങൽ ശേഷി തുല്യത, ആഗോള വിതരണ ശൃംഖലയുടെ നിർണായക കേന്ദ്രം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള അടുത്ത തലമുറ സാങ്കേതിക വിദ്യകളിൽ മുമ്പൻ എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ പ്രശംസിക്കുന്ന ഒരു സാമ്പത്തിക ഭീമനാണ് ചൈന. സൈനികമായി പീപ്പിൾസ് ലിബറേഷൻ ആർമി പടിഞ്ഞാറൻ പസഫിക്കിലേക്കുള്ള പ്രവേശനം നിഷേധിക്കാൻ കഴിവുള്ള ശക്തമായ നാവികസേനയും ഹൈടെക് സേനയുമായി മാറിയിരിക്കുന്നു. ഈ വലിയ സാമ്പത്തിക സൈനിക വികാസം സമാനതകളില്ലാത്ത ആഗോള സ്വാധീനമായി മാറുന്നു. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ അധികാര സന്തുലിതാവസ്ഥയെ അത് മാറ്റിമറിക്കുന്നു. ചൈനയുടെ ഉദയവും ആസന്നമായ അമേരിക്കൻ പിന്മാറ്റവും അറബ് ലോകത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മിഡിൽ ഈസ്റ്റിലെ പോലെ മറ്റൊരിടത്തും US-ൻ്റെ തകർച്ചയുടെ അവസ്ഥ ഇത്ര പ്രകടമല്ല. പതിറ്റാണ്ടുകളുടെ വിനാശകരമായ സൈനിക നീക്കങ്ങൾ, രാഷ്ട്രീയ അകൽച്ച, പരമ്പരാഗത സഖ്യങ്ങളുടെ തകർച്ച എന്നിവ വാഷിങ്ടണിൻ്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കി. മേഖലയിലെ ശക്തികൾ ഇനി US-നെ ഒരു അനിവാര്യ സുരക്ഷാ ഗ്യാരണ്ടിയായി കാണുന്നില്ല. പകരം ഒരു ബഹുധ്രുവ ഭാവിയിലേക്കാണ് അവർ ഉറ്റുനോക്കുന്നത്. വൻതോതിലുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി മുതൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, അത്യാധുനിക ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ, കോടിക്കണക്കിന് ഡോളറിന്റെ ക്ലീൻ എനർജി ഗ്രിഡുകൾ എന്നിവയ്ക്ക് കീഴിലുള്ള വ്യാപകമായ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ വരെയുള്ള താൽപ്പര്യങ്ങളുള്ള ചൈന ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. എന്നിരുന്നാലും പശ്ചിമേഷ്യയോടുള്ള ബീജിംഗിന്റെ സമീപനം US-ൻ്റേതിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കൊളോണിയൽ പാരമ്പര്യം അമേരിക്കക്ക് അവകാശപ്പെട്ടതാണ്. സ്വയം ഒരു കൊളോണിയൽ ശക്തിയായി കാണുന്നതിനെ വാഷിങ്ടൺ എതിർക്കുന്നുണ്ടെങ്കിലും അത് അങ്ങനെയാണ് പെരുമാറുന്നത്. രാഷ്ട്രീയ ആധിപത്യവും സാമ്പത്തിക ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് സൈനിക ശക്തി ഉപയോഗപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടിൻ്റെ പ്രയോക്താവാണ് അമേരിക്ക ഇപ്പോഴും. എന്നാൽ ചൈന വ്യത്യസ്തമാണ്. കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മുക്തവും പാശ്ചാത്യ സാമ്രാജ്യത്വത്തിൻ്റെ അതിജീവനത്തിൻ്റെ ചരിത്രപരമായ ഓർമ്മയും ഉള്ള ചൈനയുടെ വികാസം, സാമ്പത്തിക സംയോജനം, വികസനം, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിലെല്ലാം പൂർണ്ണമായും ബദൽ മാതൃക തേടുന്നതാണ്. എന്നിരുന്നാലും സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ ഈ മാതൃക മാറിയേക്കാം. തങ്ങളുടെ വമ്പിച്ച താൽപ്പര്യങ്ങളും ഊർജ മാർഗങ്ങളും സംരക്ഷിക്കാൻ ചൈന നിർബന്ധിതമാകുകയാണെങ്കിൽ ദക്ഷിണ ചൈന കടലിലെ നിലവിലെ ഉറച്ച തന്ത്രത്തിന് സമാനമായ ഒരു പേശീബല നിലപാട് അവർ സ്വീകരിച്ചേക്കാം. വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിലെ US സ്വാധീനം കുറഞ്ഞു വരികയാണ്. 2026 തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ച
ഏറ്റവും പുതിയ US നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി അതിന് തെളിവാണ്. മാതൃരാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതിനും ഇന്തോ പസഫിക്കിൽ ചൈനയെ നിയന്ത്രിക്കുന്നതിനുമുള്ള അമേരിക്കൻ സൈനിക മുൻഗണനകളെ ഈ രേഖ വ്യക്തമായി ഉറപ്പിക്കുന്നു. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സഖ്യകക്ഷികൾക്ക് സ്വാഭാവിക പിന്തുണ നൽകുന്നതിനും മൺട്രോ സിദ്ധാന്തം ഔപചാരികമായി പ്രയോഗിക്കുന്നതിലൂടെ വാഷിങ്ടണിൻ്റെ സ്വന്തം നയരേഖകൾ ഒരു തന്ത്രപരമായ മിതവ്യയവും അമിതമായ വിപുലീകരണത്തിൻ്റെ സമ്മതവും വെളിപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെതിരായ വിനാശകരമായ US-ഇസ്രായേൽ സംഘർഷങ്ങളെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കൻ തിരിച്ചുവരവായി കാണാൻ കഴിയില്ല. മറിച്ച് പ്രസക്തി നിലനിർത്താനുള്ള തീവ്ര ശ്രമമായിട്ടാണ് ഇത് കാണുന്നത്. 1956 ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവർ ഈജിപ്തിനെതിരെ നടത്തിയ ത്രികക്ഷി ആക്രമണത്തെ ഇത് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വിനാശകരമായ നാശനഷ്ടങ്ങൾക്ക് ശേഷം പാശ്ചാത്യ പ്രസക്തി തെളിയിക്കാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ നടത്തിയ നിരാശജനകമായ അക്രമാസക്തമായ ശ്രമമായിരുന്നു ആ നിർഭാഗ്യകരമായ പ്രചാരണം. അതുപോലെ തന്നെ നിലവിലെ US-ഇസ്രായേൽ നടപടികൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന ആധിപത്യത്തിൻ്റെ അസ്ഥിരമായ പ്രകോപനങ്ങളാണ്. ചൈനയുടെ ആഗോള വികാസ സംയോജന അജണ്ട കണക്കിലെടുക്കുമ്പോൾ മേഖലയിലെ പുതിയ ആഗോള പങ്കാളിയായി ബീജിംഗ് സ്വയം കണ്ടെത്താനാണ് സാധ്യത. എന്നിരുന്നാലും അത്തരമൊരു പങ്ക് ആധിപത്യത്തിന് വിരുദ്ധമായി പങ്കാളിത്തം എന്ന അർത്ഥത്തിൽ രൂപപ്പെടുത്താവുന്നതാണ്. US പുറത്തു കടക്കുകയോ അതിൻ്റെ സാന്നിധ്യം കുറയുകയോ ചെയ്താൽ ആ രാഷ്ട്രീയ ഇടം ശൂന്യമായി തുടരില്ല. അറബ് ലോകത്തിന് ഭാവി ഒരു വെല്ലുവിളിയും ഒരു വലിയ അവസരവുമാണ് സമ്മാനിക്കുന്നത്. അമേരിക്കൻ പുറത്തുകടക്കൽ അറബ് രാജ്യങ്ങൾ ചൂഷണം ചെയ്യുകയും സ്വന്തം നിബന്ധനകളിൽ പൂരിപ്പിക്കുകയും ചെയ്യേണ്ട രാഷ്ട്രീയ വിളുമ്പുകൾ സൃഷ്ടിക്കും. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ അത് ചെയ്യും. വൻ ശക്തികൾ സ്വാധീനത്തിനായി പോരാടുമ്പോൾ ആഗോള ദക്ഷിണത്തിലെ മറ്റ് രാജ്യങ്ങളെപ്പോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളും ഭൂകമ്പ സമാനമായ ആഗോള മാറ്റങ്ങളുടെ സമയത്ത് ഉണ്ടാകാവുന്ന അപകട സാധ്യതയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഇസ്രായേലിൻ്റെ സഹായിയായി പ്രവർത്തിക്കുന്ന US ഇടപെടൽ മേഖലയിലെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പരാജയപ്പെടുകയും വാഷിങ്ടണിൻ്റെ തന്ത്രപരമായ നിരാശയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ നിരാശ പെട്ടെന്നുള്ള കുഴപ്പം നിറഞ്ഞ ഒരു US പുറത്തുപോകലിന് കാരണമായേക്കാം. ആക്രമണാത്മക ഇസ്രായേലിനെ മേഖലയിലെ മേധാവിത്വ ശക്തിയായി വികസിപ്പിക്കാൻ അത് ഇടയാക്കും. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളോടെ കൂടുതൽ തന്ത്രപ്രധാനമല്ലാത്ത സൈനിക നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കും. ഇതെല്ലാം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അസ്ഥിരമായ US വിദേശ നയത്തിന് അടിമകളാക്കി വിപുലീകരണവാദിയായ ഇസ്രായേലിന് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവസരമൊരുക്കുന്നു. അതുകൊണ്ട് അറബ് ജനതയുടെ പൂർണ്ണമായ രാഷ്ട്രീയ വ്യക്തതയും ഐക്യവും ആവശ്യപ്പെടുന്ന നിമിഷമാണിത്. യഥാർത്ഥ പരമാധികാരവും ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രധാനമാണ്. സമത്വത്തിനും സാമൂഹിക നീതിക്കും ഒപ്പം മനുഷ്യ വികസനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും മുൻഗണന നൽകുന്നതായിരിക്കണം ഈ പുതിയ അജണ്ട. മാത്രമല്ല, വിദേശ ഇടപെടലുകളോ സൈനിക ഇടപെടലുകളോ നിരസിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ കരാർ അറബ് രാഷ്ട്രങ്ങൾ നേടിയെടുക്കണം. ഈ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏതൊരു സർക്കാരിനെയും ഇതിൽ ഉത്തരവാദിയാക്കണം. അവസാനമായി ഇസ്രായേലിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിനുള്ള വ്യക്തമായ നടപടികളിലേക്ക് ഒരു ഏകീകൃത അറബ് നിലപാട് വെറും വാചാടോപങ്ങൾക്കപ്പുറം നീങ്ങുകയും ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിനായി നിരന്തരം പ്രവർത്തിക്കുകയും ലെബനീസ് സിറിയൻ ഭൂമികളിലെ നിയമവിരുദ്ധ അധിനിവേശം അവസാനിപ്പിക്കുകയും വേണം. പാശ്ചാത്യ കൊളോണിയലിസം സൃഷ്ടിച്ച നൂറ്റാണ്ടുകളായി തുടരുന്ന അക്രമചക്രം എന്നേക്കുമായി അവസാനിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ചൈന ഉൾപ്പെടെയുള്ള ആഗോള പങ്കാളികളുമായുള്ള ഭാവിയിലെ എല്ലാ സംയോജനങ്ങളിലും
അറബ് രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഈ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തണം.